ചെന്നിത്തലയുടെ വ്യവസായിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ശബരിമല സ്വർണ്ണക്കൊള്ളയെ പുതിയ വഴിത്തിരിവിലേക്ക് എത്തിക്കുകയാണ്. കോടതിയുടെ മേശപ്പുറത്ത് പുതിയ തെളിവുകളുമായി ഒരു റിപ്പോർട്ട് കൂടി പ്രത്യേക അന്വേഷണ സംഘം വെക്കുമ്പോൾ സത്യത്തിൽ ഇനി മുഖ്യനോ മന്ത്രിമാർക്കോ മുന്നിലുള്ള നേരിയ വെളിച്ചം കൂടി കെട്ടുപോയിരിക്കുന്നു എന്ന് പറയാം. സത്യത്തിൽ ഇന്നലെ വരെ കടകംപള്ളിയിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയായിരുന്നു എങ്കിൽ ഇന്ന് കളി ആകെ മാറി. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം രമേശ് ചെന്നിത്തല ഒരു വെളിപ്പെടുത്തൽ നടത്തി. ആ വെളിപ്പെടുത്തലിൽ ഒരു വ്യവസായി പറഞ്ഞ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ കൂടി ചെന്നിത്തല പറയുകയും ആ വ്യവസായിയെ SITക്ക് മുന്നിൽ എത്തിക്കുകയും ചെയ്തു. ഇതോടെ ഒന്നല്ല ഏറെ ഞെട്ടിക്കുന്ന കഥകളാണ് കെട്ടഴിഞ്ഞു വീണത്. ശബരിമലയിലെ 4 പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയതായാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. ഇത് വാങ്ങിയിരിക്കുന്നത് തമിഴ്നാട് ചെന്നൈ സ്വദേശിയായ ഡി മണി എന്ന ആളാണെന്നും വ്യവസായി മൊഴി നൽകി. ഇതോടെ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം പുരാവസ്തുക്കടത്തിലേക്കും നീങ്ങുന്നതായാണ് സൂചന. ശബരിമലയിലെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്നുള്ള സൂചനയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. 2019-2020 കാലഘട്ടത്തിൽ വിഗ്രഹ കടത്ത് നടന്നതായാണ് വ്യവസായി മൊഴി നൽകിയിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ A. പത്മകുമാറും N. വാസുവുമായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ. നിലവിൽ 2 പേരും ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ അറസ്റ്റിലായി ജയിലിലാണ്. വ്യവസായി പരാമർശിച്ച ഡി മണി പുരാവസ്തുക്കടത്ത് സംഘത്തിന്റെ ഭാഗമെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന വിവരം. സ്വർണ്ണക്കൊള്ളക്കേസിലെ 1ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് വിഗ്രഹക്കടത്തിന് ഇടനില നിന്നത്. 2020 ഒക്ടോബർ 26-ന് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു പണം കൈമാറിയത്. ഡി മണി നേരിട്ടെത്തിയായിരുന്നു പണം നൽകിയത്. ശബരിമലയുമായി അടുത്ത ബന്ധമുള്ള ഒരു ഉന്നതനാണ് പണം വാങ്ങിയതെന്നാണ് വിവരം. പണം കൈപ്പറ്റുമ്പോൾ ഉന്നതനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയും മാത്രമായിരുന്നു സ്ഥലത്തുണ്ടായിരുന്നതെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. ഡി മണിയെ കണ്ടെത്താനാണ് SITയുടെ തീരുമാനം. എന്തായാലും ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും.